സംസ്ഥാനത്ത് മഴ ശക്തമാവുകയാണ്. ഇന്ന് 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ടാണ്. കേരള തീരത്ത് 60 കിലോമീറ്റർ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. വൈകിട്ടോടെ മഴ കൂടുതൽ ശക്തി പ്രാപിക്കും. വയനാട്ടിൽ മഴ ശക്തമാണ്. ബത്തേരി കല്ലൂർ പുഴ കരകവിഞ്ഞു. പുഴംകുനി ഉന്നതിയിൽ വെള്ളം കയറി. 8 പേരെ ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇന്നലെ മലവെള്ളപ്പാച്ചിലുണ്ടായി ചൂരന്മലയിൽ അതീവ ജാഗ്രത തുടരുകയാണ്. കോഴിക്കോട് മലയോര മേഖലകളിലും ശക്തമായ മഴയാണിപ്പോൾ. ഇരുവഴിഞ്ഞിയിലും ചെറുപുഴയിലും ജലനിരപ്പ് ഉയർന്നു. ഇടുക്കിയിൽ മഴ കനത്ത നാശമാണ് വിതയ്ക്കുന്നത്. മാങ്കുളത്ത് റോഡ് ഒലിച്ചുപോയി. പൊന്മുടി ഡാമിന്റെ 3 ഷട്ടറുകളും കല്ലാർകുട്ടിയുടെ 5 ഷട്ടറുകളും ലോവർ പെരിയാർ ഡാമിന്റെ 5 ഷട്ടറുകളും ഉയർത്തി. പട്ടാമ്പി കീഴായൂരിൽ പുഴ കരകവിഞ്ഞു. പെരിയാറിൽ ജലനിരപ്പ് ഉയർന്നതോടെ ആലുവ ശിവക്ഷേത്രം വെള്ളത്തിൽ മുങ്ങി. തൊടുപുഴയാർ കരകവിഞ്ഞു. KSRTC ബസ് സ്റ്റാൻഡിലെ പാർക്കിംഗ് ഏരിയയിൽ വെള്ളം കയറി. മൂവാറ്റുപുഴയിൽ വീടുകളിൽ വെള്ളം കയറി. തിരുവനന്തപുരം പുതുക്കുറിശ്ശിയിൽ വള്ളം മറിഞ്ഞ് മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ടുണ്ട്. പള്ളിത്തുറയിൽ കടലാക്രമണം രൂക്ഷമാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഐഷുത്തുൽ ഷംനയാണ് ചേരുന്നത്. ഷംന, സംസ്ഥാനത്ത് മഴ വീണ്ടും ശക്തമായിരിക്കുകയാണ്. നിരവധി പ്രദേശങ്ങൾ ഇപ്പോൾ വെള്ളത്തിനടിയിലാണ്. എന്താണ് പൊതുചിത്രം? തീർച്ചയായും ഒരു ഇടവേളയ്ക്ക് ശേഷം സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു എന്നതാണ് സാഹചര്യം. ഒപ്പം തന്നെ ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായി കൂടി മഴ കൂടുതൽ ലഭിക്കും. ഒപ്പം ഈ ബംഗാൾ ഉൾക്കടലിൽ അതുപോലെ ഒഡീഷ തീരത്തൊക്കെ ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇത് വൈകിട്ടോടുകൂടി ന്യൂനമർദ്ദമായി മാറും. അതുമൂലം വൈകിട്ടോടുകൂടി മഴ ഇനിയും ശക്തമാകും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പുള്ളത്. എന്തായാലും ഇപ്പോൾ മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട്. നേരത്തെ 3 ജില്ലകൾക്കായിരുന്നു ഓറഞ്ച് അലേർട്ട്. ഇപ്പോൾ അത് 8 ജില്ലകൾക്ക് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ട്. അങ്ങനെ സംസ്ഥാനമൊട്ടാകെ ശക്തമായ മഴ ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. എന്തായാലും പത്തനംതിട്ട, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശ്ശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകൾക്കാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. മറ്റെല്ലാ ജില്ലകൾക്കും യെല്ലോ അലേർട്ടാണ്. നാളെയും മറ്റന്നാളും കൂടി അതിശക്തമായ മഴ തുടരുമെന്നും മുന്നറിയിപ്പുണ്ട്. ഒപ്പം തന്നെ അതിശക്തമായ കാറ്റും ഉണ്ടാകുമെന്നതാണ് മുന്നറിയിപ്പ്. മണിക്കൂറിൽ 50 കിലോമീറ്റർ വേഗതയിൽ വീശിയടിക്കാവുന്ന കാറ്റിന് സാധ്യതയുണ്ട്. ഇനി ഉയർന്ന തിരമാലകൾക്കൊക്കെ വരും മണിക്കൂറുകളിൽ സാധ്യതയുണ്ട് എന്നുകൂടി മുന്നറിയിപ്പുണ്ട്. ഒപ്പം നേരത്തെ ഉണ്ടായിരുന്നതുപോലെ, അതായത് ഇത്തവണത്തെ തുടക്കത്തിൽ, കാലവർഷത്തിന്റെ തുടക്കത്തിൽ നിരവധി ജാഗ്രതാ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് തന്നെ വീണ്ടും കാര്യങ്ങൾ മാറുന്നു എന്നതാണ്. ഈ രാത്രികാല യാത്രകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം വയനാട്ടിൽ അതിശക്തമായ മഴ തുടരുകയാണ്. നമ്മൾ നേരത്തെ ദൃശ്യങ്ങൾ കണ്ടതുപോലെ ഈ നദികളിൽ ഉൾപ്പെടെ ജലനിരപ്പ് ഉയർന്ന സാഹചര്യമുണ്ട്. ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ വയനാട്ടിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾക്ക് ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ മറ്റ് ജില്ലയിലെ മലയോര മേഖലകളിലൊക്കെ അതിശക്തമായ മഴ തുടരും. ഇവിടെ യാത്രകൾക്കൊക്കെ നിരോധനമുണ്ട്. ഒപ്പം നദീതീരങ്ങളിൽ സംസ്ഥാനത്തൊട്ടാകെ എല്ലാ നദികളിലും ജലനിരപ്പ് ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നദീതീരങ്ങളിലുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശമുണ്ട്. എന്തായാലും വരും ദിവസങ്ങളിൽ, വരും മണിക്കൂറുകളിലൊക്കെ മഴ ശക്തമാകുമെന്നതാണ് മുന്നറിയിപ്പ്. ഒപ്പം ഇന്ന് വൈകിട്ട് ഈ ന്യൂനമർദ്ദം കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടുകൂടി മഴ വീണ്ടും ശക്തമാകും. അങ്ങനെ സംസ്ഥാനമൊട്ടാകെ എല്ലാ ജില്ലകൾക്കും മുന്നറിയിപ്പുണ്ട്. അഭിലാഷ്. പ്രിൻസ് PI ജെയിംസ് ഉണ്ട് ഇടുക്കിയിൽ നിന്ന്. പ്രിൻസ്, ഇടുക്കിയിലെ മലയോര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ഇപ്പോൾ മഴ എപ്രകാരമാണ്? അതോടൊപ്പം ഈ മുല്ലപ്പെരിയാറിൽ ജലനിരപ്പ് ഉയരുന്നുണ്ടല്ലോ, ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ടോ? അഭിലാഷ്, തീർച്ചയായും ഇടുക്കിയിൽ കറുത്ത മഴ തുടരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. കഴിഞ്ഞ രാത്രിയിൽ അതിശക്തമായ മഴ പെയ്തിരുന്നു. ഇപ്പോൾ
നേരിയ തോതിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിലും മഴ പൂർണ്ണമായും മാറിയൊരവസ്ഥയില്ല. ഇടവിട്ട് മഴ ശക്തമാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. പ്രത്യേകിച്ചും ഹൈറേഞ്ചിന്റെ വിവിധ മേഖലകളിലൊക്കെ ശക്തമായ മഴ പെയ്തു. തമിഴ്നാട് അതിർത്തി മേഖലകളിൽ മൂന്നാർ, തിരുവേട് തുടങ്ങിയ മേഖലകളിലൊക്കെ ശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഒപ്പം അണക്കെട്ടുകളിലേക്കുള്ള നീരൊഴുക്കും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുല്ലപ്പെരിയാറിലെ അണക്കെട്ടിലെ ജലനിരപ്പ് 133.65 അടി പിന്നിട്ട സാഹചര്യമാണ് നിലവിലുള്ളത്. നിലവിലെ റൂൾ കർവ് പ്രകാരം 136 അടി വരെയാണ് മുല്ലപ്പെരിയാറിൽ സംഭരിക്കാൻ അനുവദിച്ചിരിക്കുന്നത്. അതായത് നിലവിലെ റൂൾ കർവ് പ്രകാരമുള്ള പരമാവധി സംഭരണ ശേഷിയിലേക്ക് ജലനിരപ്പ് അടുക്കുന്ന ഒരു സാഹചര്യമാണ്. വരും മണിക്കൂറുകളിലോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലോ ഒക്കെ തന്നെ ഈ ജലനിരപ്പ് 136 അടിയിലേക്ക് എത്താവുന്ന അവസ്ഥയാണുള്ളത്. അങ്ങനെയെങ്കിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ സ്പിൽവേ ഷട്ടറുകളിലൂടെ വെള്ളം പെരിയാർ നദിയിലേക്ക് ഒഴുക്കിവിടുന്ന സാഹചര്യം ഉണ്ടാവും. പ്രത്യേകിച്ചും കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇത്തരത്തിൽ അണക്കെട്ടിൽ നിന്ന് വെള്ളം പുറത്തേക്ക് എടുക്കുന്ന ഒരു അവസ്ഥയിൽ വീടുകളിലൊക്കെ വെള്ളം കയറിയ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് പെരിയാറിന്റെ നദീതീരത്ത് വെള്ളം ആദ്യം എത്തുന്ന വള്ളക്കടവ്, വണ്ടിപ്പെരിയാർ തുടങ്ങിയ മേഖലകളിലൊക്കെ പുഴയോരത്ത് സ്ഥിതി ചെയ്യുന്ന വീടുകളിലൊക്കെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ജാഗ്രത പുലരേണ്ട സാഹചര്യമുണ്ട്. എന്തായാലും ഇത് ജലനിരപ്പ് നിലവിൽ ഉയരുന്ന ഒരു അവസ്ഥയാണ് മുല്ലപ്പെരിയാറിലുള്ളത്. അതോടൊപ്പം തന്നെ ഇടുക്കിയിലെ ജലനിരപ്പും വർദ്ധിച്ചിരിക്കുകയാണ്. അതായത് നിലവിൽ ആകെ സംഭരണ ശേഷിയുടെ 51% വെള്ളം ഇടുക്കിയിലുണ്ട്. അതായത് കഴിഞ്ഞ വർഷത്തേക്ക് 25 അടിയോളം കൂടുതൽ വെള്ളമാണ് ഇടുക്കി ഡാമിലുള്ളത്. ഒപ്പം ചെറുകിട അണക്കെട്ടുകളായ കല്ലാറുകുട്ടി, പൊന്മുടി, ലോവർ പെരിയാർ അണക്കെട്ടുകളിൽ നിന്നും മലങ്കര അണക്കെട്ടുകളിൽ നിന്നും വെള്ളം ഇപ്പോഴും പുറത്തേക്ക് ഒഴുക്കുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. അഭിലാഷ്, യെസ്, സ്റ്റാലിൻ കൂടി ചേരുന്നുണ്ട്. സ്റ്റാലിൻ, ഇടുക്കിയിലെ മറ്റു മേഖലകളിൽ എങ്ങനെയാണ് മഴ ബാധിച്ചിട്ടുള്ളത്? അഭിലാഷ്, ഇടുക്കിയിലെ മലയോര മേഖലകളിൽ മഴ വളരെ ശക്തമാണ്. കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടർച്ചയായി പെയ്യുന്ന മഴയ്ക്ക് യാതൊരു ശമനവുമില്ല. മഴയോടൊപ്പം തന്നെ ഒറ്റപ്പെട്ട കാറ്റ്, പലയിടങ്ങളിലും കാറ്റ് വീശുന്നുണ്ട്. അത് പലയിടത്തും മരങ്ങളുടെ വീഴ്ചയ്ക്ക് മരം ഒടിഞ്ഞു വീഴാനൊക്കെയുള്ള സാധ്യതകളുണ്ടായി. ഇന്നിപ്പോ പുളിയമല ഇടുക്കി ചെറുതോണി റൂട്ടില്, കട്ടപ്പന ചെറുതോണി റൂട്ടില് കാൽബരി മൗണ്ടിന് സമീപം മരം മറിഞ്ഞ് വീണു റോഡിലേക്ക്. അങ്ങനെ ഗതാഗതം കുറച്ച് സമയം തടസ്സപ്പെട്ടു. അതായത് വളരെ പെട്ടെന്ന് തന്നെ ഗതാഗതം പുനഃസ്ഥാപിച്ചു. അതോടൊപ്പം തന്നെ കൊളമാവ് ഭാഗത്തും റോഡിൽ മരം വീണു, നേരിയ തോതിൽ മണ്ണിടിച്ചിലുമുണ്ടായി. അതേപോലെ മറ്റിടങ്ങളിൽ ഇതേപോലുള്ള കാറ്റും മഴ ശക്തമായി നിൽക്കുന്നുണ്ട്. മണ്ണിടിച്ചിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ഇന്നലെ വൈകിട്ട് മാങ്കുളത്ത് താളങ്കണ്ടം മേഖലയിൽ റോഡ് ഒലിച്ചുപോയ സംഭവമുണ്ട്. ഏതായാലും മഴ വളരെ ശക്തമായി നിൽക്കുന്നു. അതോടൊപ്പം തന്നെ പെരിയാർ ഉൾപ്പെടെ പെരിയാർ, ചിന്നാറ്, മുതിരപ്പുഴയാർ തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ആറുകളിലുള്ള നീരൊഴുക്ക് വർദ്ധിച്ചിട്ടുണ്ട്. ഡാമുകളിലേക്കുള്ള ജലനിരപ്പ് മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ വർദ്ധിച്ചു വരുന്നുണ്ട്. മുൻ വർഷത്തെക്കാൾ 25 അടിയോളം ജലനിരപ്പ് ഇടുക്കി ഡാമിൽ മാത്രമുണ്ട്. അതോടൊപ്പം തന്നെ ചെറു ഡാമുകളും എല്ലാം നിറഞ്ഞു നിൽക്കുന്നു. അതുപോലെ തന്നെ ഉൾപ്പെടെയുള്ള ചെറിയ ഡാമുകൾ, കല്ലാറുട്ടി ഉൾപ്പെടെയുള്ള ചെറിയ ഡാമുകൾ തുടർച്ചയായി തന്നെ 5 ഷട്ടറുകളും തുറന്നു വിട്ടിരിക്കുന്നു. പൊന്മുടി ഡാമും 5 ഷട്ടർ തുറന്നിട്ടുണ്ട്. അങ്ങനെ പൊന്മുടി ഡാമിലെ 3 ഷട്ടറുകളും ലോവർ പെരിയാർ ഡാമിലെ 5 ഷട്ടറുകളും തുറന്നിട്ടുണ്ട്. മലയോര മേഖലയിലെല്ലാം ശക്തമായ കാറ്റും മഴയുമുണ്ട്. അഭിലാഷ്, കോഴിക്കോട് മുക്കം ഭാഗത്ത് വിശദാംശങ്ങളുമായി ഗുലാം നബി ആസാദ് ചേരുന്നുണ്ട്. ഗുലാം നബി ആസാദ്, ഈ മുക്കം ഉൾപ്പെടുന്ന പ്രദേശങ്ങളിൽ അവിടെ പുഴയിലെയൊക്കെ ജലനിരപ്പ് എപ്രകാരമാണ്? ഏത് നിലയിലാണ് മഴ ആ പ്രദേശത്തെ ബാധിച്ചിട്ടുള്ളത്? അഭിലാഷ്, കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ മഴ ഇടവിട്ടുള്ള ശക്തമായ ഇപ്പോഴും തുടരുകയാണ്. 2 ദിവസമായി മഴ തുടർച്ചയായി പെയ്യുകയാണ്. കഴിഞ്ഞ ദിവസം ഇരുവഴിഞ്ഞി പുഴയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടാവുകയും അതിനെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയരുകയും ചെയ്തിരുന്നു. ഇന്ന് പുഴ കരകവിഞ്ഞ് താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം കയറുന്ന ഒരു സാഹചര്യമാണുള്ളത്. ഇരുവഴിഞ്ഞിപ്പുഴയും ചെറുപുഴയിലുമാണ് ജലനിരപ്പ് ഉയർന്നിട്ടുള്ളത്. ഇരുവഴിഞ്ഞിപ്പുഴയുടെയും ചെറുപുഴയുടെയും തീരപ്രദേശങ്ങളിലുള്ള താഴ്ന്ന പ്രദേശങ്ങളിലാണ് വെള്ളം കയറിയത്. അതുപോലെ തന്നെ ചേന്നമംഗല്ലൂർ, പുൽപ്പറമ്പ്, കൂളിമാട് റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. പുൽപ്പറമ്പ് നായക്കുഴി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. ചേന്നമംഗല്ലൂർ മംഗലശ്ശേരി റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടു. അതുപോലെ തന്നെ കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ്, തേനങ്ങാപ്പറമ്പിന് സമീപം തോടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞ് കോഴിക്കോട് ഊട്ടി സംസ്ഥാന പാതയ്ക്ക് പാതയോരത്തുള്ള തോടിന്റെ സംരക്ഷണ ഭിത്തിയാണ് ഇടിഞ്ഞത്. അതുപോലെ തന്നെ ഈ താഴ്ന്ന പ്രദേശങ്ങളിലെ വയലുകളിലെല്ലാം വെള്ളം കയറി കൃഷിനാശം ഉണ്ടായിട്ടുണ്ട്. കൂടാതെ കാരശ്ശേരി പഞ്ചായത്തിലെ മുക്കക്കടവ് പാലത്തിന് സമീപത്തു നിന്നും കാരശ്ശേരി, ചോണാട് പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഭാഗം റോഡിൽ വെള്ളം കയറി ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്.
ഇടപെട്ടുള്ള ശക്തമായ നേരിയ തോതിലുള്ള കാറ്റോട് കൂടിയുള്ള മഴയാണ് കോഴിക്കോടിന്റെ കിഴക്കൻ മലയോരത്ത് ഇപ്പോൾ പെയ്തുകൊണ്ടിരിക്കുന്നത്. ജില്ലാ ഭരണകൂടത്തിന്റെയും അഗ്നിരക്ഷാ സേനയുടെയും എല്ലാം ജാഗ്രതാ നിർദ്ദേശങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോഴും പുഴയിൽ ജലനിരപ്പ് ഉയരുന്ന സാഹചര്യമാണുള്ളത്. മഴ ഇപ്പോഴും തുടരുന്നുണ്ട് അഭിലാഷ്. സംസ്ഥാനത്ത് പല ഭാഗങ്ങളിലും അതിശക്തമായ മഴ തന്നെയാണ് ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. വയനാട്ടിൽ നേരത്തെ നമുക്കറിയാം മുണ്ടക്കൈ ചൂരൽമല മേഖലയിലൊക്കെ വലിയ നാശനഷ്ടങ്ങളുണ്ടായത് ഇടമുണ്ട്. അവിടെയും ഇപ്പോൾ കനത്ത മഴ പെയ്യുന്നു എന്ന് മാത്രമല്ല, ഈ ബെയിലി പാലത്തിൻ്റെ ഒരു അപകടാവസ്ഥയിലാകുന്നു എന്ന ആശങ്കയുണ്ട്. ബെയിലി പാലം ഇപ്പോൾ അടച്ചിട്ടിരിക്കുന്ന സാഹചര്യമുണ്ട്. എറണാകുളത്ത് ആലുവ ഭാഗത്ത് വലിയ തോതിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ശിവക്ഷേത്രമടക്കം വെള്ളത്തിൽ മുങ്ങിയ സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.